ാണപ്പോ ഞാൻ പറഞ്ഞ മിനിമം ഒരു 10 ആൾക്കാർ വീഡിയോ ഇട്ട് മീൻസ് എല്ലാം എന്നെ ഹേറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്നെ പോട്ടെ അത് വാട്ടവർ. പക്ഷെ എല്ലാ ആൾക്കാരും എനിക്കെതിരെ വീഡിയോ ഇട്ട എല്ലാവർക്കും 1 മില്യൺ 2 മില്യൺ ആണല്ലോ. എന്നിട്ട് അങ്ങനെ നിങ്ങളിത് കാണാണ്ടെന്നും. അപ്പം ഇത് അറിയാത്ത ആൾക്കാരും ഉണ്ട്. ഓക്കെ, സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് കഴിഞ്ഞ ലൈവിൽ ഒരാൾ വന്നിട്ട് എന്നോട് പലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂവിനെ കുറിച്ച് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഫ്രണ്ട്സ് എനിക്കുണ്ട്, ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇന്നുമായിട്ട് അർഷാദ് മുഹമ്മദ് ഞാൻ കണ്ടില്ല. എടാ പോയി വീഡിയോ പ്ലേ ചെയ്യണോ? വീഡിയോ പ്ലേ ചെയ്യണോ ചാറ്റ്? ആരെങ്കിലും ഒരാളെ വീഡിയോ പ്ലേ ചെയ്യണോ? വേണ്ട, ഇവന്മാർക്ക് ഇത് കൊടുക്കണോ? ഇത് അല്ലടാ, ഞാനൊരു കാര്യം പറയട്ടെ. എല്ലാവരും പലസ്തീനോടുള്ള സ്നേഹം കൊണ്ട് വീഡിയോ ഇടുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ എനിക്കെതിരെ ഇട്ടതെല്ലാം മുന്നേ അല്ലടാ, എനിക്ക് ഏറ്റുള്ള ആൾക്കാരുണ്ട്, കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, കുറേ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഒരു ഇഷ്യൂക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു. അവിടെ സൂപ്പർ ചാറ്റിൽ ഓഫ് ചെയ്യണേ. ഇത് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുന്നത്. സൂപ്പർ ചാറ്റ് ആരും ചെയ്യല്ല, സൂപ്പർ ചാറ്റ് ഓഫ് ചെയ്തിടണേ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്ത് പറഞ്ഞു? ഹെയ്റ്റേഴ്സാണ് കൂടുതലും. ഹെയ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇത് വെച്ച് മാർക്കറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കി ഫോളോവേഴ്സ് കൂട്ടാൻ നോക്കുന്ന ആൾക്കാരല്ലാണ്ട് പ്രോപ്പറായിട്ട് ഒരു വീഡിയോ ഇട്ട ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചാൽ ഞാൻ റിയാക്ട് ചെയ്യാം. അല്ലാണ്ട് എൻ്റെ ഹെയ്റ്റേഴ്സിൻ്റെ വീഡിയോ ഞാൻ ഇതാക്കണോ? കാരണം ഇത്രയും കാലം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം വരാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഇവർ. മനസ്സിലാവും? ഓക്കെ, ഞാൻ എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞ കുറേ ആൾക്കാർ